മലയാള സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കാൻ പോകുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നു 2025 മാർച്ച് മാസം 27-ാം തീയതി. വലിയ രീതിയിലുള്ളൊരു ഹൈപ്പാണ് ആ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ കോടിക്കണക്കിന് രൂപയുടെ കളക്ഷൻ കിട്ടിയതായും ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റ് കഴിഞ്ഞതായും ഒക്കെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നു. അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഈ നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു സിനിമയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയ്ക്ക് മുന്നോടിയായി പുറത്തിറങ്ങിയ ട്രെയിലറുകൾ, ടീസറുകൾ, ഒപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ചില പ്രതികരണങ്ങൾ, ചില പോസ്റ്ററുകൾ, അത് വളരെയധികം ഒരു ആശങ്ക ക്രൈസ്തവ വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നുണ്ട്, ക്രൈസ്തവ സമുദായത്തിന് സമ്മാനിക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ, ഈ ട്രെയിലറും ഒപ്പം തന്നെ ഈ ടീസറും നൽകുന്ന സൂചനകൾ എന്തൊക്കെ, അതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ എന്തൊക്കെ, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ലിയോ റോബിൻ. ലിയോ, ഈ എപ്പിസോഡ്, ഈ നിലപാട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന സിനിമ എമ്പുരാൻ, അതായത് 2019 റിലീസ് ചെയ്ത ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. മലയാളത്തിലെ എക്കാലത്തെ ഒരു മികച്ച നടൻ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന മോഹൻലാൽ നായകനായിട്ടുള്ള ലൂസിഫർ എന്ന സിനിമയുടെ 2ാം ഭാഗമാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. വലിയ രീതിയിലുള്ള ഹൈപ്പ് ആ ഒരു സിനിമയ്ക്ക് ഓൾറെഡി അതിൻ്റെ അണിയറ പ്രവർത്തകർ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഹോളിവുഡ് നടന്മാർ ഉൾപ്പെടെ അതിൽ അണിനിരക്കുന്നു എന്ന ചില വാർത്തകളൊക്കെ വരുന്നു. ആദ്യ ദിനത്തിൽ തന്നെ അതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് 50 കോടി കടന്നിരിക്കുന്നു. ടിക്കറ്റുകളൊന്നും ലഭിക്കാനില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ ഇപ്പോൾ ഓൾറെഡി തന്നെ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഉയർന്ന സാങ്കേതിക വിദ്യയാണ്. മലയാള സിനിമ ഇൻഡസ്ട്രി ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഹൈപ്പുകളൊക്കെ അതിന് വരുന്നുണ്ട്. അത് എന്തൊക്കെ ആയിക്കോട്ടെ, സിനിമ ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു സിനിമയായിരിക്കാം ഇത്, നമുക്ക് അറിയത്തില്ല. പക്ഷേ നമ്മളിന്ന് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്, ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, അത് മാർച്ച് 27-ാം തീയതി, അതായത് നാളെ ആ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു. ആ സിനിമയുടെ ഒരു ട്രെയിലർ പുറത്തു വന്നിരിക്കുന്നു. അത് റിലീസായി നിമിഷങ്ങൾക്കകം തന്നെ അത് യൂട്യൂബിൽ ട്രെൻഡിങ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്ന ചില പോസ്റ്ററുകൾ, ഈ ട്രെയിലറിൽ വന്നിട്ടുള്ള ചില റെഫറൻസുകൾ, ചില ഡയലോഗുകൾ, അത് വളരെയധികം നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. പ്രധാനമായും ഈ പറയുന്ന ലൂസിഫർ എന്ന് പറയുന്ന സിനിമയായിക്കോട്ടെ, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിന് മുന്നോടിയായി ഇറങ്ങിയ ടീസറിലും ട്രെയിലറിലും വളരെ ഒരു സാത്താനിക് ആയിട്ടുള്ള പല റെഫറൻസുകൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഡെവിളിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പിശാചിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ള ചില ഡയലോഗുകൾ, അല്ലെങ്കിൽ ചില റെഫറൻസുകൾ, അത്തരം ചില സീനുകൾ ഈ എമ്പുരാനിൻ്റെ ട്രെയിലറിലും ഒപ്പം തന്നെ ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആ സിനിമ തന്നെ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ, ട്രെയിലർ തന്നെ നോക്കുമ്പോൾ ഒരു ബിബ്ലിക്കൽ റെഫറൻസുകളിലൂടെ തന്നെയാണ് പലപ്പോഴും ആ ട്രെയിലർ മുന്നോട്ട് പോകുന്നത്. ചില ബിബ്ലിക്കലായിട്ടുള്ള ചില പരാമർശങ്ങൾ ഒക്കെ അതിൽ നമുക്ക് കാണുന്നുണ്ട്, ചില സിംബലുകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ ആശങ്കപ്പെടുത്താൻ, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസിയെ ആശങ്കപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു ഡെവിളിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ഡയലോഗുകളും ചില റെഫറൻസുകളും അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സിനിമയെ പറ്റി ഒരു ജാഗ്രത പാലിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രമേയത്തെ പറ്റി ഒരു ആശങ്കയോടെ ആ പ്രമേയത്തെ നോക്കി കാണണം, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു എന്നതിനെ സാധൂകരിക്കാൻ വേണ്ടി പരിശുദ്ധ ബൈബിളിലെ ചില വചനങ്ങൾ ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പിശാചിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ സിനിമയിലെ സ്ഥിരം റെഫറൻസ് ആണല്ലോ ഡെവിൾ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പിശാചിനെ സംബന്ധിച്ച് പരിശുദ്ധ ബൈബിളിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചില വചനങ്ങൾ ഒന്ന് ആദ്യമേ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം തിരുവചനം: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പോൾ ഒരു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് പിശാചാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇനി യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം: ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. പിശാചിനെ ചെറുത്ത് നിൽക്കുവാനാണ് പരിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത്. ഇങ്ങനെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 44-ാം തിരുവചനം: അവനാകട്ടെ ആദ്യം
മുതൽ കൊലപാതകിയാണ്, അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. 2 Korinഥോസ് 11:3 എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 1 യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളതാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ പിശാചിനെ പറ്റി ഇത്തരം കാര്യങ്ങൾ ഈ കാര്യങ്ങൾ പരിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പിശാചിനെ പറ്റി ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്തൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ട്രെയിലറിൽ എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ സിനിമയുടെ ഒരു വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഡയലോഗാണ് ആ ട്രെയിലറിലെ. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ മറ്റാരെയാണ് ആശ്രയിക്കേണ്ടി വരിക? ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് പിശാചിനെ ആശ്രയിക്കുന്ന ഒരു കാര്യം. പിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിയുന്ന ഇരുട്ടിൻ്റെ പൂവ് എന്നൊക്കെ പറഞ്ഞ ഒരു ഡയലോഗ്. പിന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പങ്കുവെച്ച ചില വാചകങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഡയറക്ടർ പൃഥ്വിരാജ് പങ്കുവെച്ച ഒരു സെനൻസ്, അത് അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു. ആ നാമം ലൂസിഫറിൻ്റെ വക്കലായിരുന്നു. ആ നാമം ലൂസിഫർ തന്നെയാണ് എന്ന തരത്തിൽ. പിന്നെ വാട്ട്സ് കമ്മിങ്, ഇറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് ബീസ്റ്റ്, ദ ഡെവിൾ ഈസ് ബാക്ക് ആൻഡ് ഹൗ, ഒപ്പം തന്നെ ദ ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. അപ്പോൾ ഇത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ റോബിൻ? അതായത് ഒരു നമ്മൾ അക്ഷരാർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ ചില വചനങ്ങൾ മാത്രമാണ് ഞാൻ കോട്ട് ചെയ്തത്. പിശാചിനെ ചെറുത്ത് നിൽക്കുക, അവനിൽ നിന്ന് ഓടിയകലുക, അവൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിലെ കാര്യങ്ങളൊക്കെ പരിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. അതിന് നേർ വിപരീതമായി ദ ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ അല്ലെങ്കിൽ ദ ഡെവിൾ ഈസ് കമ്മിങ്, ഡെവിൾ ഈസ് ബാക്ക് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പിശാചിനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ കഴിയുക എന്ന തരത്തിലുള്ള വളരെയധികം ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഡയലോഗുകൾ. അപ്പോൾ ഇതൊരു നിഷ്കളങ്കമായി നമുക്ക് കാണാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇത് ഒരു സിനിമാ പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് യുവതലമുറയുടെ ഒക്കെ ഇടയിൽ ഇത്തരം ഡയലോഗുകൾ, ഇത്തരം റെഫറൻസുകൾ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാകും? ഇപ്പോൾ നമ്മൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ചില ആളുകൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ മറുവശത്ത് അവരെ വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ആവിഷ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്ക് ഉണ്ട് എന്നുകൂടി നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ സഹിഷ്ണുതയോടെ ഈ വിശാല മനസ്കരായ ആവിഷ്കാര സ്വാതന്ത്ര്യവാദികൾ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് അവരോട് പറഞ്ഞു വയ്ക്കാനുള്ളത്. ഇതിനുള്ളിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ മലയാള സിനിമയിലേക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ട്രെൻഡ് ഏത് രീതിയിലും കടന്നു വരുന്നുണ്ടെങ്കിൽ ഇത് ലോകത്തിൻ്റെ ഹോളിവുഡിലാണ്. ഏറ്റവും മെയിൻ ഹോളിവുഡാണ്. അവിടുന്ന് പിന്നെ യൂറോപ്യൻ സിനിമകളിലേക്ക്, കൊറിയൻ, അങ്ങനെ ജപ്പാനീസ്, അങ്ങനെ ആ മേഖലകളിലെ ചൈനീസ് സിനിമകൾ, അങ്ങനെ ആ മേഖലകളിൽ കൂടി എല്ലാം കറങ്ങി തിരിഞ്ഞാണ് പലപ്പോഴും നമ്മുടെ കേരളത്തിലേക്കും ഇതിൻ്റെ ട്രെൻഡുകൾ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ ആ സിനിമകളിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ ക്ലാസിക്കൽ അല്ലെങ്കിൽ അതുപോലെ ആർട്ട് ഫിലിംസ്, അതും അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പടങ്ങൾക്കും അപ്പുറത്ത് ഇതിനുള്ളിൽ കൂടി ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ സിനിമകൾ എടുക്കുന്ന ഒരു ട്രെൻഡ്, ഒരു രീതി ഈ ഹോളിവുഡ് സിനിമകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടും ക്രിസ്ത്യാനിറ്റിയെ തന്നെയായിരുന്നു അത് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും ക്രിസ്ത്യൻ സിമ്പലുകൾ, കുരിശുകളടക്കമുള്ള, അതുപോലെ തന്നെ തിരുവോസ്തി അടക്കമുള്ള കാര്യങ്ങളെ അതുകൊണ്ട് അതിനൊരു പവറില്ല, അത് വെറുതെയാണ് എന്ന് വെച്ചാൽ അങ്ങ് എത്തിക്കുന്ന രീതിയിലുള്ള നിരവധി പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില സ്വഭാവം, ഇപ്പോൾ ഇല്ലുമിനിറ്റി ആണെങ്കിൽ, അതുപോലെ ഫ്രീമേഴ്സൺ ആണെങ്കിൽ, അതുപോലെ തന്നെ നിരീശ്വരവാദികൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ സാറ്റാനിക് വർഷിപ്പ് ചെയ്യുന്ന ആളുകൾ, സാത്താനെ ആരാധിക്കുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ ഇവരുടെ അജണ്ടകൾ വളരെ കൃത്യമായിട്ട് ഈ സിനിമകളിലൂടെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇവർ എത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഒരുപാട് പടങ്ങൾ, റെഫറൻസിന് ഒരുപാട് പടങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഇവർ ഇതിന് സമമായി ഇപ്പോൾ ക്രിസ്ത്യൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ കൾച്ചർ എന്നൊക്കെ ഇപ്പം ഈ പുതിയ ഫാർ റൈറ്റ്, യൂറോപ്പിലെ ഫാർ റൈറ്റൊക്കെ ഈ വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്, ക്രിസ്ത്യൻ കൾച്ചർ, ഞങ്ങളുടെ കൾച്ചർ എന്നൊക്കെ പറയാം. അതൊക്കെ ഉണ്ടായ ആ ഒരു സ്റ്റാൻഡേർഡ്, ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്. അതിനെ ഇവർ പലപ്പോഴും റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഈ ലിബറൽ ലെഫ്റ്റ്, അങ്ങനെ ആ ഒരു കോക്കസ്, അതുപോലെ തന്നെ ഈ ഫ്രീമേഴ്സൺ കമ്മ്യൂണിറ്റികളടക്കമുള്ള കമ്മ്യൂണിറ്റികൾ റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ച സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പലപ്പോഴും ക്രിസ്തു വരുന്നതിന് മുന്നുള്ള പേഗൺ വിശ്വാസത്തിലെ ആ സ്റ്റാൻഡേർഡ് വെച്ചാണ് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട്. കാരണം നമുക്കറിയാം ചരിത്രത്തിലെ ഏറ്റവും
ഫിലോസോഫിക്കലായിട്ട് ഏറ്റവും മികച്ചു നിന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടമാണ്. ഏതൻസ്, സ്പാർട്ട, അതുപോലെ തന്നെ ഈ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അതിന് ശേഷം വന്ന ഒരുപാട് ഫിലോസോഫേഴ്സൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഇമോഷനുകളെ ഇതുപോലെ കീറി മുറിച്ച് ഇഴകീറി പരിശോധിച്ച് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിന് സ്റ്റാൻഡേർഡുകൾ നിശ്ചയിച്ച അത്രയും പ്രഭാവം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങൾ പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുപോലെയുള്ള ആ കാലഘട്ടത്തിൻ്റെ നിയമങ്ങളെ വെച്ചാണ് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ഇവർ റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചത്, പേഗൻ. അപ്പോൾ അതിൻ്റെ ആണ് ഫ്രീ സൊസൈറ്റി, അതുപോലെ തന്നെ ഫ്രീ തിങ്കിങ്, അതുപോലെ തന്നെ ഫ്രീ ഈ ഫാമിലിക്കും അപ്പുറത്തുള്ള കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ ഈ ലെസ്ബിയൻ, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. കാരണം അതിനെ വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ, ഈ ക്രിസ്ത്യൻ ലിവിങ്ങിനെ റീപ്ലേസ് ചെയ്യാനാണ് ഇവർ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്ത സാധനങ്ങളെല്ലാം ഈ ഫാമിലിയെ എങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും, കുടുംബത്തെ എങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്തതെല്ലാം. അപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്തത് ഈ സാറ്റാനിക് രീതികൾ വെച്ചാണ്. അതിനു വേണ്ടിയിട്ട് ക്രിസ്ത്യാനിറ്റിയെ എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുക, എങ്ങനെയൊക്കെ അണ്ടർമൈൻ ചെയ്യാൻ കഴിയും, ആ രീതിയിലെല്ലാം ഇവർ ഫിലിമുകളിലൂടെ ചെയ്തു വന്നത്. അത് ചെയ്തത് ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായിട്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നാണ് നമ്മൾ ശരിക്കും മലയാളത്തിലേക്ക് ഇതുപോലുള്ള ഫിലിമുകൾ എത്തുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ടും ക്രിസ്ത്യാനിറ്റിയെയാണ് ടാർഗറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്നത് ക്രിസ്തു ഉള്ളതുകൊണ്ടാണ്. ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ അടിക്കേണ്ടത് ക്രിസ്തുവിനെ ആയിരുന്നു. അതിനുവേണ്ടി അവർ അടിച്ചത് ക്രിസ്ത്യാനിറ്റിയെയാണ്. ക്രിസ്ത്യാനിറ്റി അവർ തകർക്കാൻ. ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യൂറോപ്പിലടക്കം അമേരിക്കയിലടക്കം ക്രിസ്തുമസ് നടക്കുന്നു. ക്രിസ്തു ജനിച്ച ദിവസമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ക്രിസ്തു ഇല്ലാത്ത ക്രിസ്തുമസാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ഭൂരിഭാഗവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് ഈ സിനിമകൾക്ക് ഈ കമ്മ്യൂണിറ്റിയെ എത്തിക്കാൻ കഴിഞ്ഞു. എന്ന് നമുക്കറിയാം യൂറോപ്പിലെ ഫാമിലി വളരെയധികം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട ഫാമിലികളാണ്. ആ ഫാമിലി അതാണിപ്പം അവരുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അരാജകത്വത്തിലേക്ക് ഈ സിനിമകൾ, ഈ പ്രത്യേക പർപ്പസോടുകൂടി എടുത്ത സിനിമകൾ യൂറോപ്പിനെ എത്തിച്ചു എന്ന് പറയുമ്പോൾ അതേ കാര്യമാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് ആ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെ ആരോപിക്കും, എന്തുകൊണ്ടാണ് മറ്റ് മതങ്ങളെല്ലാം ഉണ്ടല്ലോ, അവർക്കും ആചാരങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അതിനെയൊന്നും അവഹേളിക്കുന്ന രീതിയിൽ പടങ്ങൾ എടുക്കാതിരിക്കുകയും ഇതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയെ ഇത്ര മോശമായി അവഹേളിക്കുന്ന രീതിയിൽ അതിൻ്റെ സിമ്പിളുകൾ വെച്ച് പടങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ദൈവപുത്രനായ ക്രിസ്തു എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമേ ഉള്ളൂ. ഈ സറ്റാനിക് ആയിട്ടുള്ള ആ ബിലീവ്സിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ക്രിസ്തുവിനെ എതിർക്കേണ്ട ആവശ്യമുള്ളൂ. അതില്ലാത്ത സ്ഥലങ്ങളിൽ അവർക്ക് എതിർക്കേണ്ട ആവശ്യമില്ല. നാളെ ഒരു പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യാനികൾ പറയും ഞങ്ങൾക്ക് ക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ, അവർക്ക് അതോടെ അതിൻ്റെ ഇൻട്രസ്റ്റ് കഴിഞ്ഞു. കാരണം ഇവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ക്രിസ്തുവിനെ അവഹേളിക്കുക, ക്രിസ്തുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ലൂസിഫറിനെ പ്രൊമോട്ട് ചെയ്ത് ഒരു സിനിമ ഇറക്കുമ്പോൾ കൃത്യമായിട്ടും അത് ക്രിസ്തുവിനെ അവഹേളിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിനപ്പുറത്ത് ഒന്നുമില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം പണമില്ലാതെ പണത്തിന് അലഞ്ഞു നടന്ന് പടമെടുക്കുന്ന ഒക്കെ ഇഷ്ടംപോലെ ആളുകളുള്ള നാടാണ് നമ്മുടേത് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം ഒരുപാട് ആളുകൾ ഒരുപാട് കാലങ്ങളോളം സ്വപ്നം കണ്ട് പടം എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് നിരവധി സിനിമകൾ ഇറങ്ങുന്നുണ്ടെന്നാണ്. പക്ഷേ എല്ലിൻ്റെ ഇടയിൽ വറ്റുകുത്തുകയും തലയ്ക്ക് കഴുത്ത് വരെ പണത്തിൻ്റെ ഉള്ളിൽ മുങ്ങിക്കിടക്കുകയും ചെയ്യുന്നവരൊക്കെ ഈ രീതിയിലുള്ള പടം എടുക്കുമ്പോൾ അത് കൃത്യമായ അജണ്ടയാണ്. സൈറ്റാനിക് ആയിട്ടുള്ള ഈ ക്രിസ്തുവിനെ അവഹേളിക്കുക, ഈ സൈറ്റാനെ ഉയർത്തിപ്പിടിക്കുക, അങ്ങനെ സമൂഹത്തിൽ എങ്ങനെ വെസ്റ്റേൺ സമൂഹം അധപ്പതിച്ച് ഇമ്മോറൽ രീതിയിലേക്ക് പോയോ അതുപോലത്തെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക. അതിനൊരു നമുക്കറിയാം എല്ലാത്തിനും ഒരു കറക്റ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടണം അതിന് വളരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സാധനം കറക്റ്റ് സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ന് ലെഫ്റ്റ്, അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ അതിപ്രസരം ഇത് തന്നെയാണ് യൂറോപ്പിൽ. നമുക്കറിയാം അമേരിക്കയിൽ ചൈനയിൽ നിന്ന് വരുന്ന മയക്കുമരുന്ന് കൊണ്ട് മാത്രം അമേരിക്കയിൽ ഒരു വർഷം 70,000 ആളുകളാണ് മരിച്ചു വീഴുന്നത്. അപ്പോൾ സ്ട്രീറ്റുകളിൽ മരിച്ചു വീഴുന്നത്. അപ്പോൾ ആ ഭീകരത ആലോചിച്ച് നോക്കുക. അതേപോലെ ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളം എത്തുകയാണ്. കേരളത്തിൽ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യാപകമാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ചിന്താഗതിയുള്ളവർ, അതുപോലെ തന്നെ ലിബറൽ ചിന്താഗതിയുള്ളവർ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ആ കറക്റ്റ് അറ്റ്മോസ്ഫിയറിലാണ് ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പടം കാണുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ക്രിസ്തുവിനെ അവഹേളിക്കാൻ വേണ്ടി തന്നെ വളരെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്താണ് ഒരു ലൂസിഫർ പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ ആ ലൂസിഫറിൻ്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ക്രിസ്തു തന്നെയാണ്. ലൂസിഫറിന് വലിയതാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു ഒന്നുമല്ല എന്നാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട്
ഏതൊക്കെ വിശ്വാസികൾ ഈ പടത്തെ പ്രൊമോട്ട് ചെയ്യുന്നുവോ, ഏതൊക്കെ ആളുകൾ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണക്കാക്കുന്നുവോ, അപ്പോൾ അവരോട് അതേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ബലത്തിൽ തന്നെ നമുക്ക് അവരോട് പറയുവാനുള്ളത് ഇത് ക്രിസ്തുവിനെ അവഹേളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിനെ അവഹേളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്രിസ്തുവിനോട് സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം റോബിൻ പറഞ്ഞ ഒരു പോയിന്റ്, ഇപ്പം ഇന്ന് തന്നെ ഫാദർ ജോഷി മയ്യാറ്റിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പൃഥ്വിരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത്രത്തോളം പൈശാചികമായിട്ടുള്ള ചില വരികളാണ്. അതായത് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്ന ബിബ്ലിക്കൽ വചനത്തിൻ്റെ ഒരു മോക്കറി, അല്ലെങ്കിൽ അതിനെ ഒരു ഡെവിളിഷായിട്ട് അവതരിപ്പിക്കുന്ന ചില സെൻറ്റൻസുകൾ. അപ്പോൾ ആ ഒരു പോസ്റ്റ് ചൂണ്ടിക്കാണിച്ച് ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഫേസ്ബുക്കിൽ പറഞ്ഞല്ല, അദ്ദേഹം കുറിച്ചൊരു വാചകമുണ്ട്. സാത്താനെ പ്രൊമോട്ട് ചെയ്യുന്നവൻ തിന്മയും നാശവും പ്രൊമോട്ട് ചെയ്യുന്നു. സമൂഹത്തിൽ അക്രമവും അധർമ്മവും ആസക്തിയും കൊലയും പെരുകുന്നതിൽ സാത്താനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്കുള്ള പങ്ക് നിസ്സാരമല്ല. റോബിൻ പറഞ്ഞു നിർത്തിയ ആ പോയിന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. മറ്റൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ ട്രെയിലറിൽ നൽകുന്ന ചില സൂചനകൾ, ഈ സിനിമ നൽകുന്ന ചില സൂചനകൾ പിശാചിനെ ഇങ്ങനെ മഹത്വവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ പിശാചുമായിട്ടുള്ള ഉടമ്പടി, അതൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ നൽകുന്ന ചില സൂചനകൾ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ പൈശാചിക ആരാധന എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ്. അതിൻ്റെ ഒരു അപകടം കൂടി പരാമർശിക്കാതെ പോകാതെ വയ്യ. അതായത് ഈ ബ്ലാക്ക് മാസിലൂടെ എന്താണ് സംഭവിക്കുന്നത്, അതിൽ പിശാചുമായിട്ടുള്ള ഒരു ഉടമ്പടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് ആ വ്യക്തിയുടെ ശരീരവും മനസ്സും ആത്മാവും എന്നേക്കുമായി നശിക്കപ്പെടും. ആ വ്യക്തി പിന്നെ പൂർണ്ണമായിട്ടും പിശാചിൻ്റെ ഒരു കൺട്രോളിലാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും പൊതു സമൂഹത്തിലേക്ക് വരാറില്ല. ഈ ബ്ലാക്ക് മാസിനൊക്കെ അടിമപ്പെട്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് മാസ് കേന്ദ്രങ്ങളിലേക്കൊക്കെ പോയി സാത്താൻ വർഷിപ്പിലൊക്കെ പെട്ട് കഴിയുന്ന വ്യക്തികൾ, അവർക്ക് പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നൊരു യാഥാർത്ഥ്യം ഇവിടുത്തെ പൊതുസമൂഹം തിരിച്ചറിയണം. പലപ്പോഴും അത്തരം വ്യക്തികൾ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് ആത്മഹത്യയിലേക്കാണ്. ഒരിക്കൽ പോലും ഇത്തരം നിഗൂഢ സംഘങ്ങളുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഗ്യാങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. പിന്നെ ആ വ്യക്തിക്ക് തിരിച്ചു വരണമെങ്കിൽ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ആ ഗ്യാങ്, അത്തരം നിഗൂഢ സംഘങ്ങൾ ഇവരെ ഇല്ലാതാക്കണം. അത് തീർച്ചയായിട്ടും തിരിച്ചറിയും. പിന്നെ അതുമാത്രമല്ല, ഇത്തരം പൈശാചിക ആരാധനാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് സകലവിധ അധാർമികതകളുടെയും അരാജകത്വത്തിൻ്റെയും ഒക്കെ വിളനിലമാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പൈശാചികമായിട്ടുള്ള മഹത്വവൽക്കരണങ്ങൾ, അല്ലെങ്കിൽ ദ ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ എന്നൊക്കെ പറയുന്ന ചില ഡയലോഗുകൾ, അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പൈശാചിക ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന ചില പ്രവണതകളാണ്, ബ്ലാക്ക് മാസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില പ്രവണതകളാണ്. അത് ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെ എന്നേക്കുമായി തകർത്തുകളയും, കുടുംബ മൂല്യങ്ങളെ തകർത്തുകളയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ അടുത്ത നാളുകളിലൊക്കെ നമ്മൾ ഈ കേരളത്തിൽ പ്രമാദമായിട്ടുള്ള ചില കേസുകളിൽ ഉൾപ്പെട്ടപ്പോൾ ഒരു പയ്യൻ, ആ പയ്യൻ്റെ സ്വന്തം അപ്പനെയൊക്കെ ഇങ്ങനെ കഴുത്ത് കീറി കൊന്ന ഒരു കേസുണ്ട്. അത് കൃത്യം പേര് ഞാൻ ഓർക്കുന്നില്ല. ആ പയ്യൻ്റെ റൂമിലേക്കൊക്കെ കടന്നു ചെല്ലാൻ മാതാപിതാക്കൾക്ക് ഭയമായിരുന്നു. ആ പയ്യൻ രാത്രികാലങ്ങളിൽ എവിടേക്കാണ് പോകുന്നത് എന്ന് യാതൊരു പിടുത്തവുമില്ല. പക്ഷേ റൂമിലേക്ക് കടന്നു നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ബ്ലാക്ക് മാസിൻ്റെ അടിമയായിരുന്നു, സാത്താനിക ആരാധനയുടെ അടിമയായിരുന്നു. അതൊക്കെ നമുക്ക് നൽകുന്ന ചില സൂചനകളാണ്. ഈ വർഷങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രത്തും ഒരു മകൻ ആളുടെ അമ്മേനെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കൊന്നൊടുക്കി. അതിൻ്റെ പിന്നിലും ബ്ലാക്ക് മാസിൻ്റെ കരങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പൈശാചികമായിട്ടുള്ള മഹത്വവൽക്കരണങ്ങൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ മറ്റൊരു ആംഗിളിലേക്ക് ചിന്തിക്കുമ്പോൾ ലിയോ, നമുക്കറിയാം ചില വാക്കുകൾക്ക്, അല്ലേ, ചില ഡയലോഗുകൾക്ക് അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്, അല്ലേ. ഇപ്പോൾ ലൂസിഫർ, അത് ആരാണ്? ഒരു ക്രിസ്തീയ വിശ്വാസത്തിന് പ്രകാരം, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസപ്രകാരം ലൂസിഫർ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ദൂതനാണ്. അതായത് പിശാചുക്കളുടെ തലവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ആ ഒരു വ്യക്തിയാണ്, ആ ഒരു നാമം ഉപയോഗിച്ചാണ് ഈ സിനിമയുടെ ആദ്യ ഭാഗം വന്നിരിക്കുന്നത്. അപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ സ്പിരിച്വലി ചിന്തിച്ച് നോക്കും. ചിലപ്പോൾ സെക്കുലർ വേൾഡിന് അത് മനസ്സിലാകണമെന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം, യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈശോ ക്രിസ്തു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. എല്ലാ തലങ്ങളിലും, സ്പിരിച്വൽ തലങ്ങളിലും ഒരു മാനസികമായിട്ടുള്ള തലങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ട്. അതുതന്നെയാണ് ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ചില ഡയലോഗുകൾ, ഈ ഡയലോഗിൻ്റെ ഒക്കെ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. ഡീൽ ഈസ് വിത്ത്
ദ ഡെവിൾ. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ കൂടെ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ അതിനുശേഷം ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അവരുടെ നാവുകളിലൂടെ. പക്ഷേ അത് അവരുടെ ജീവിതത്തിലേക്ക് സൃഷ്ടിക്കുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. അപ്പോൾ ലിയോ, നമ്മൾ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ സിനിമ നിർമ്മിക്കുന്നവർക്കും ഒരു ഉത്തരവാദിത്തമില്ലേ? നമ്മളിത് ഇതുവരെ ഈ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം, സിനിമ ഇറങ്ങിയിട്ടില്ല, സിനിമയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇതുവരെയുള്ള ചില സൂചനകൾ വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിർമ്മിക്കുന്നവർക്ക് ഈ മാറുന്ന സാഹചര്യത്തിൽ, കാരണം അത് സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ്, ഈ സിനിമയിലെ ആരാധന പുരുഷന്മാർ കാണിക്കുന്ന സീനുകൾ അല്ലെങ്കിൽ അവരുടെ ഡയലോഗുകൾ ഇന്നത്തെ യുവതലമുറയിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർക്കുള്ള ഉത്തരവാദിത്തം വലുതല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഈ മാറുന്ന കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ചില ട്രെൻഡുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ. അങ്ങ് പറഞ്ഞതുപോലെ ഈ എമ്പുരാൻ എന്ന സിനിമ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പേരൊന്ന് പരിശോധിക്കുകയായിരുന്നു. എമ്പുരാൻ വന്ന വഴി, അതായത് പണ്ടത്തെ നമ്മുടെ നാട്ടിൽ ഈ തമ്പുരാൻ, എംബ്രാൻ, ഏംബ്ര എന്നൊക്കെ പറയുന്ന, അതിൽ നിന്നും തമ്പുരാൻ എന്ന് പറയുന്ന ഒരു വാക്കിലേക്കുള്ള ഒരു രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു നാമമാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്നത്. ഈ ലൂസിഫർ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദൈവത്തിന് തൊട്ട് താഴെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആ ആളിന് മേളിലും, ആ ഒരു മിഡിൽ, ദൈവത്തിന് തൊട്ട് താഴെ. അതായത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസപരമായിട്ട് ചിന്തിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവത്തിന് തൊട്ട്, പിതാവായ ദൈവത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന പുത്രനായ യേശുവാണ്. അതൊരു വിശ്വാസ സത്യമാണ്, അത് നമ്മൾ വിശ്വസിച്ച് പോകുന്ന കാര്യമാണ്. അപ്പോൾ അത് ഗണ്ണിക്കുന്ന തരത്തിലുള്ള ആ ഒരു പേരിൽ തന്നെ അത് ഗണ്ണിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന വിശ്വാസികൾക്ക് എത്രമാത്രം ഇത് ദഹിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ഇത് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവർ കാണുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ, അല്ലെങ്കിൽ വരുന്ന ഒരു സിനിമയുടെ പേര് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണോ നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ മലയാളികൾ അത് ഏറ്റെടുക്കുക അല്ലെങ്കിൽ അത് കാണാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് ചോദിച്ചത് അതാണല്ലോ. മലയാള സിനിമ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഈ ബോളിവുഡിൽ നിന്ന് ഒരു പ്രമുഖനായ നടൻ എന്തുകൊണ്ട് ബോളിവുഡ് ചിത്രങ്ങൾ അടിക്കടി പരാജയപ്പെടുന്നു എന്നുള്ളൊരു ചർച്ച, ഒരു സംസാരം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ സൗത്ത് ഇന്ത്യൻ സിനിമകളെ, അല്ലെ പ്രത്യേകിച്ച് മലയാള സിനിമയെ കണ്ടുപഠിക്കുക, അതിൻ്റെ ഫിലിം മേക്കേഴ്സിനെ കണ്ടുപഠിക്കുക, അവരുടെ കഥ എടുക്കുന്ന രീതികൾ കണ്ടുപഠിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗുണദോഷിക്കുന്നു. കാരണം ഈ ബോളിവുഡ് ചിത്രങ്ങൾ അടിക്കടി പരാജയപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള സിനിമകൾ വലിയ ഹിറ്റുകളിലേക്ക് പോവുകയും ഒരു തരം സിനിമകൾ അത് വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ അടുത്തുള്ള സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ തിയേറ്ററിൽ വിജയിച്ച സിനിമകളെന്ന് പറയുന്നത് അങ്ങേയറ്റം വയലൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മയക്കുമരുന്ന്, വയലൻസ്, അങ്ങനെയുള്ള ഒരു കഥകൾ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ് തിയേറ്ററിൽ വൈറലായിട്ടുള്ളത്, അല്ലെങ്കിൽ തിയേറ്ററിൽ വിജയിച്ചിട്ടുള്ളത്. OTT-യിലാകട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കുടുംബ ചിത്രങ്ങളും വിജയിച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത സമയത്ത് നമ്മൾ പല സിനിമകളിലൂടെ കണ്ടതാണ്, ചെറിയ ചിത്രങ്ങളൊക്കെ ഹിറ്റാവുന്നത്. പക്ഷേ തിയേറ്ററിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്താഗതികൾ, നെഗറ്റീവ് കഥാപാത്രങ്ങൾ അങ്ങനെ സ്വാധീനം ചെലുത്തുന്ന വലിയ വയലൻസ് പുറപ്പെടുവിക്കുന്ന സിനിമകൾ വലിയ ഹിറ്റുകളിലേക്ക് പോകുന്നു. ഇവിടെ തന്നെ ഈ എമ്പുരാൻ സിനിമയിൽ ആദ്യത്തെ നിർമ്മാതാവ് തന്നെ ചിത്രത്തിൻ്റെ പകുതി പൂർത്തിയാകുന്ന സമയത്തേക്ക് അദ്ദേഹം കളഞ്ഞിട്ട് ഓടുമായിരുന്നു. കാരണം ഇതിൻ്റെ ചിലവ് അദ്ദേഹത്തിന് താങ്ങാൻ സാധിക്കില്ല എന്നും പറഞ്ഞിട്ട് ആ കമ്പനി പോയിട്ട് പുതിയ മലയാളത്തിൻ്റെ ഒരു പ്രമുഖനായ ഒരു നിർമ്മാതാവ് അതിൻ്റെ ആ സർവ്വ ചിലവും അയാളെ കൊടുത്ത് സെറ്റിലാക്കി അയാളെ പറഞ്ഞു വിട്ടിട്ട് ഈ സിനിമ ഏറ്റെടുക്കുന്നൊരു കാര്യമുണ്ടായി. അപ്പോൾ ഈ സിനിമ വഴി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കൾ അല്ലെങ്കിൽ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ട്രെൻഡ്. കാരണം ഇപ്പോൾ ഈ സിനിമ നിർമ്മിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ സിനിമ അത് രൂപപ്പെടുത്തുന്നത് തന്നെ ഒരു പ്രത്യേക തരം ആൾക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്. മറ്റേതൊരു സിനിമ, ഒരു കഥ, നമ്മൾ അതിലേക്ക് ചെല്ലുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. പ്രേക്ഷകരുടെ അഭിരുചിക്ക് അനുസരിച്ച് കഥ മേക്ക് ചെയ്യുക, അത് നിർമ്മിക്കുക, അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ഇപ്പോഴത്തെ വാർത്താ മാധ്യമങ്ങൾ കണ്ട് തന്നെ അറിയാം, സിനിമയെ സ്വാധീനിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസപരമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സിനിമ എത്രത്തോളം വിശ്വാസികൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഇപ്പോൾ തന്നെ അതിൻ്റെ സംവിധായകൻ, പ്രമുഖ നടനും കൂടിയാണ് അദ്ദേഹം, ഫേസ്ബുക്കിൽ വളരെ വികലമായിട്ടാണ് ഒരു ബൈബിൾ വചനം, ആ വചനത്തിൻ്റെ നേരെ ഒരു സാത്താനിക് വേർഷനാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തരുന്നൊരു മെസ്സേജ്. അപ്പോൾ പൊതുവേ ഒരു ബോധം, ദൈവത്തിന് എതിരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അത് സാത്താൻ. പക്ഷേ അത് ആരെയാണ് ദൈവത്തിൻ്റെ ആ ഒരു ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഒരു ജീസസ് ക്രൈസ്റ്റിനെയാണ് ആ ഒരു പ്രതിഷ്ഠിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഡെവിൾസ് ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജുമാണ് കൊടുക്കുന്നത്. കാരണം മറ്റൊരു വിശ്വാസ സത്യത്തെ അവിടെ
പ്രതിഷ്ഠിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നില്ല. അത് ഫോക്കസ് ചെയ്ത് എത്രത്തോളം ഇവിടെ ഈ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തെ ബാധിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തെ അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ ഗണ്ണിക്കുന്ന തരത്തിലുള്ള അതിൻ്റെ നേരെ എതിരുള്ള ഡെവിളിൻ്റെ അതിനെ പ്രൊമോട്ട് ചെയ്ത് ഒരു വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സിനിമയുടെ ചില ട്രെയിലറുകളിൽ തന്നെ പറയുന്നുണ്ട്, ഈ സാത്താനിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇലുമിനാറ്റി ഗ്രൂപ്പുകളും ജിഹാദുകളൊക്കെ അവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏകദേശം ഒന്നാണ് എന്ന് ഈ ട്രെയിലറിനകത്ത് പറയുന്നുണ്ട് പ്രത്യേകം. അപ്പോൾ ഇത് വരുത്തിവെക്കുന്ന വിന ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മലയാള സിനിമയുടെ തകർച്ചയ്ക്കാണോ വളർച്ചയ്ക്കാണോ ഇങ്ങനെയുള്ള സിനിമകൾ മുന്നോട്ട് വരുന്നത് കൊണ്ട് അത് ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കും. കറക്റ്റാണ്. ഇപ്പം നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വ്യക്തി, അതായത് ഈ സിനിമയുടെ ഡയറക്ടർ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഇപ്രകാരമാണ് അത് പറയുന്നത്: റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ദർ വാസ് വൺ നെയിം ദാറ്റ്സ് ട്രൂലി ഫിയേർഡ്. എന്നിട്ട് അദ്ദേഹം ഒരു ഹാഷ്ടാഗ് ഇട്ടിട്ടുണ്ട്, L2E എമ്പുരാൻ. ആദ്യം മുതൽ തന്നെ യഥാർത്ഥത്തിൽ ഭയക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഭയക്കുന്ന ഒരേ നാമമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാം, ഇത് നമ്മൾ ആഴത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ബോധമുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകാൻ സാധിക്കും. നമുക്കറിയാം, ഒരു സിനിമ കാണണോ വേണ്ടയോ എന്നത് ഓരോ പ്രേക്ഷകൻ്റെ, അതൊരു ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്. അതിൻ്റെ അകത്തൊന്നും കൈകടത്താനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ പറയാനോ ഒന്നും നമ്മൾ ആളല്ല. പക്ഷേ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കാനുള്ള ചില കാരണം എന്ന് പറയുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ജാഗ്രത നിർദ്ദേശം ആണ് ഈ ചർച്ചയിലൂടെ നമ്മൾ നൽകാൻ ഉദ്ദേശിച്ചത്. ചില ആശങ്കപ്പെടുത്തുന്ന, ആ ആശങ്കയ്ക്ക് കൃത്യമായിട്ടുള്ള വസ്തുതകളുണ്ട്, അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സംബന്ധിച്ച ചില ആശങ്കകൾ, ചില നിലപാടുകൾ ഇതിലൂടെ നമ്മൾ വ്യക്തമാക്കിയത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പിശാചിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പിശാചിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അക്രമമാണ്, അരാജകത്വമാണ്, അധാർമികതയാണ്, എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മകളുമാണ് പിശാചിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിനിമയിലൂടെ ഡെവിളിനെ ഇങ്ങനെ അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഗ്ലോറിഫൈ ചെയ്ത് കഴിയുമ്പോൾ, ആ ഗ്ലോറിഫിക്കേഷനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്കും ആ ഡെവിളിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ടുള്ള എല്ലാ തരം വികാരങ്ങളും കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ സെക്കുലർ ആയിട്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല. ഈ നാട്ടിൽ നടമാടുന്ന ഏത് പൈശാചികമായിട്ടുള്ള പ്രവൃത്തിക്ക് പിന്നിലും, കൊലപാതകത്തിന് പിന്നിലും, ലഹരിക്ക് പിന്നിലും, ഏത് തിന്മയുടെ പ്രവൃത്തിക്ക് പിന്നിലും ഒരു പൈശാചികമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒന്നാമത് നമ്മുടെ കേരളം ഒരു കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇങ്ങനെ ഡെവിളിനെ പ്രൊമോട്ട് ചെയ്യുന്ന, നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഈ ട്രെയിലറും ഒപ്പം തന്നെ ടീസറും അണിയറ പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഡെവിൾ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ, ലിയോ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ്. അപ്പം റോബിൻ പറഞ്ഞ ഒരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ തിയേറ്ററിൽ പോയി ഒരു ക്രൈസ്തവൻ ആ സിനിമ കാണുമ്പോൾ ആ സ്ക്രീനിൽ തെളിയുന്ന കാര്യങ്ങൾ, വാചകങ്ങൾ, പ്രതീകങ്ങൾ, അതെല്ലാം അതേപടി ഞാൻ ആരാധിക്കുന്ന നടനാണിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന നടനാണിത് സംവിധാനം ചെയ്തത്, അതെല്ലാം അതേപടി നമ്മുടെ മനസ്സിലേക്ക് ഒപ്പിയെടുക്കാതെ ഒരു ഫിൽറ്ററിങ് വെക്കുക, ഒരു വിവേകത്തിൻ്റെ, ഒരു ജ്ഞാനത്തിൻ്റെ, ഒരു പക്വതയുടെ ഒരു ഫിൽറ്ററിങ് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ ആ കാര്യങ്ങളെ വിലയിരുത്തുക. അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ അജണ്ട, എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം, ഇത് സൃഷ്ടിക്കുന്ന ഒരു പ്രത്യാഘാതം എന്തൊക്കെയാണ് എന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. സിനിമ ഇറങ്ങട്ടെ, റിലീസ് ചെയ്യട്ടെ. പക്ഷേ നിലവിലെ സാഹചര്യം വെച്ച് ചില ആശങ്കയ്ക്ക് ഇട നൽകുന്ന ചില വസ്തുതകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയാതെ വയ്യ. കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ആ രണ്ടാം ഭാഗം, അത് മാർച്ച് 27 റിലീസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിലർ, നമ്മൾ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ട്രെയിലർ, ടീസർ, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള ചില കുറിപ്പുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ആശങ്കകൾ ഞങ്ങൾ പങ്കുവച്ചത്. ഇനി സിനിമ ഇറങ്ങട്ടെ, സിനിമയിൽ എന്താണ് യഥാർത്ഥത്തിൽ അത് പ്രതിപാദിക്കുന്നത്, ഈ ട്രെയിലറിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണോ എന്നത് സിനിമ ഇറങ്ങിയതിന് ശേഷം വിലയിരുത്താം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സിനിമയെ സംബന്ധിച്ച് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു കാര്യം തീർച്ചയായിട്ടും പ്രേക്ഷകർ മനസ്സിലാക്കുക. കൃത്യമായിട്ടുള്ള ഒരു ക്രൈസ്തവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള പ്രതീകങ്ങളെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ മഹത്വവൽക്കരിക്കുന്ന ഒരു ട്രെൻഡ്
ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സംശയം ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ആ സംശയം കൂടുതൽ ബലപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു അജണ്ട ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി, വളരെയധികം പക്വതയോടുകൂടി, ജ്ഞാനത്തോടുകൂടി ഇത്തരം സിനിമകളെ നോക്കിക്കാണുക. സ്ക്രീനിൽ തെളിയുന്ന എല്ലാ കാര്യങ്ങളെയും അതേപടി മനസ്സിലേക്ക് ഒപ്പിയെടുക്കാതെ ഒരു ഫിൽറ്ററിങ് തീർച്ചയായിട്ടും വയ്ക്കുക. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം, ഈ സിനിമ എന്ന മനോഹരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയിലൂടെ ഇവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും. ക്രിസ്തീയ വിശ്വാസത്തെ, ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുക, അതിനെ ഇല്ലായ്മ ചെയ്യുക, അതിൻ്റെ സ്ഥാനത്ത് ക്രിസ്തീയ വിശ്വാസത്തിന് വിപരീതമായിട്ടുള്ള ചില പൈശാചികമായിട്ടുള്ള ചില കാര്യങ്ങളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം. അതുകൊണ്ട് ജാഗ്രതയോടെ, വിവേകത്തോടെ, പക്വതയോടുകൂടി ഇത്തരം സിനിമകളെ നോക്കിക്കാണുക. സ്ക്രീനിൽ നടൻ പറയുന്ന ഡയലോഗുകൾക്ക് അത് കാണുമ്പോൾ തന്നെ അത് കൈയടിക്കാതെ അതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ട കൂടി തിരിച്ചറിയുക. വിവേകത്തോടെ ഇത്തരം സിനിമകളെ നോക്കിക്കാണുക എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.